Assalamualaikum guys, here technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് DT8 അൾട്ര നമ്മൾ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്തതാണ്. അപ്പോൾ ആ അൺബോക്സിംഗ് വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് വെച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് അഥവാ എങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഡിവൈസാണ്. സെയിം ഒരു ആപ്പിൾ വാച്ച് 8 അൾട്ര ഡിസൈനിൽ വരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്ന ഒരു കിഡിലെ മോഡൽ സ്മാർട്ട് വാച്ചാണ് DT8 അൾട്ര. ഓക്കെ, ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വെയർപ്രോ എന്ന ആപ്ലിക്കേഷൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡ് ആണ്, എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ iOS നമുക്ക് അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ടൈം കാണുന്ന ഇൻ്റർഫേസ്. കാണാൻ പറ്റും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. നമുക്ക് ഏറ്റവും അടിയിൽ അതിൻ്റെ ഹോം സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിത് ബൈൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് ഓപ്ഷൻ ഓപ്പൺ ആക്കേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ലൊക്കേഷനും കൂടെ എനേബിൾ ചെയ്യണം, എങ്കിലേ നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ വാച്ചിൻ്റെ നെയിം വരുന്നത് സ്മാർട്ട് വാച്ച് എന്നാണ്. ഓക്കെ, ഈ ഒരു ഡിവൈസുമായിട്ട് കണക്റ്റ് ആകുന്നു. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് തന്നെ വാച്ച് കണക്റ്റ് ആയി കഴിഞ്ഞു. വാച്ച് ആപ്ലിക്കേഷനുമായി കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൻ്റെ ഒരു ഫോട്ടോ, ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ വാച്ചിൻ്റെ ഒരു ഫോട്ടോ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പെയർ കണക്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. പെയർ കണക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ സ്ട്രാപ്പ് ആഡ് ചെയ്ത രീതിയിലുള്ളൊരു വാച്ച്, നമ്മൾ അൾട്രാ വാച്ചിൻ്റെ ഒരു ഫോട്ടോ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഫസ്റ്റ് ടൈം കാണാൻ പറ്റും വാച്ച് ഫേസ്. ഈ ഒരു ഫീച്ചറാണ് വരുന്നത്, വാച്ച് ഫേസ് അഥവാ നമ്മുടെ ഫോട്ടോ വെച്ചുള്ള ഫേസ് അഥവാ കസ്റ്റം വാച്ച് ഫേസ് ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, ജസ്റ്റ് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ടിപ്സാണ് അഥവാ ഫൈൻഡ് ഡിവൈസ്, നമ്മുടെ ഡിവൈസ് എവിടെയെന്നുള്ളത് കണ്ടെത്താം. അത്യാവശ്യം ഒരു നോർമൽ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഇതുപോലെ ഒരു ശബ്ദം നമുക്ക് വാച്ചിൽ കേൾക്കാൻ പറ്റും. വാച്ച് എവിടെയെങ്കിലുമൊക്കെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫൈൻഡ് ഡിവൈസിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നമുക്ക് വന്നിരിക്കുന്നത് BT ക്യാമറയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വാച്ചൊക്കെ ടേക്ക് ദ ഫോട്ടോ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു BT ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ടോക്ക് ടു വേക്കപ്പ് ആണ്, അതുപോലെ തന്നെ ഇൻകമിങ് കാള്, SMS, നോട്ടിഫിക്കേഷൻസ് ആണ്. എല്ലാം ഞാൻ ജസ്റ്റ് ഓപ്പൺ ആകുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എല്ലാം മെല്ലെ അടിച്ച് നമ്മൾ ഓപ്പൺ ആക്കണം. ഓക്കെ, ദെൻ ഇതിൽ NFC പുതിയൊരു ഫീച്ചറാണ്. നമുക്ക് ഇമെയിൽ വഴി ബിസിനസ് കാർഡ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് QR കോഡ് കാണാനൊക്കെ NFC ജസ്റ്റ് വാച്ച് വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറിനാണ് NFC വന്നിരിക്കുന്നത്. ദെൻ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ആണ്, അതോ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇങ്ങനെ വാച്ചിൽ അറിയാമെന്നുള്ളത്. ഓക്കെ, അതിനായിട്ട് വെയർപ്രോ എന്ന ആപ്ലിക്കേഷൻ അലോ ചെയ്യണം. എല്ലാ നോട്ടിഫിക്കേഷൻ ആക്സസറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇനി ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്ക് അലോ ചെയ്യുന്നത് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, അതുപോലെ തന്നെ ഇമെയിൽ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മൾ അലോ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ സെലക്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിൽ അറിയാൻ പറ്റുന്നതാണ് നോട്ടിഫിക്കേഷൻ്റെ ഒരു ഉപകാരം. അതുമായി QR കോഡാണ് WeChat, ആലിപേ, അതുപോലെ QQ, പിന്നെ അതർ ടൈപ്സ് നമുക്ക് വാട്സപ്പിനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, QR കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫ്രീക്വൻ്റ്ലി കോൺടാക്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് നമുക്ക് ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ പുതിയ വേർഷനാണ്, ഓൾറെഡി നമ്മൾ പുതിയ വേർഷന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മന്തിൽ അല്ലെങ്കിൽ 2 മന്തിലേക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ദെൻ അൺപെയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വാച്ച് ഫേസ് ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറൊന്ന് കാണിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം കാണിച്ചു, റേഞ്ച് സ്ലോ ആയതുകൊണ്ടാണ്. ദെൻ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ വാച്ച് ഫീസ്, അൺലിമിറ്റഡ് എന്ന് തന്നെ പറയാം. ഏകദേശം 500 വരുന്ന വാച്ച് ഫീസ് നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് ആയ ഒരു സീസൺ ആയതുകൊണ്ട് വേൾഡ് കപ്പ് വാച്ച് ഫീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് കസ്റ്റം വാച്ച് ഫീസ് ഈ ഒരു ഓപ്ഷനിലാണ്. നമുക്ക് 3 തീംസിൽ നമുക്ക് കസ്റ്റം വാച്ച് ഫീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് കസ്റ്റം വാച്ച് ഫീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഏത് വാച്ച് ഫീസിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ വാച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഫേസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഡിസ്പ്ലേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സൂപ്പർ AMOLED തന്നെയാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് 3 സൈസിലായിട്ട് 3 ഫോണ്ടിലായിട്ട് നമുക്ക് കസ്റ്റം വാച്ച് ഫീസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ. ഇവിടെ നെറ്റ് ഡാറ്റ സ്ലോ ആയതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ദെൻ ഇതിൻ്റെ BT കോളിങ്ങിൻ്റെ ഓപ്ഷൻ, BT കോളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത് ബ്ലൂടൂത്ത് ഡയറക്റ്റ് ബ്ലൂടൂത്തിൽ കയറി കൊണ്ട് പെയർ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് BT കോളിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൾറെഡി പെയർ കണക്റ്റഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് NCSൻ്റെ ഒരു വീഡിയോ ഇട്ട് കാണിക്കാം. ജസ്റ്റ് മ്യൂസിക് പൗസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് വാച്ചിൽ വരുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്.
അതുപോലെ മ്യൂസിക്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പൗസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വാച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് പൗസ് ചെയ്തു then കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഫോണിൽ തന്നെ പൗസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകും നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറിനാണ് മ്യൂസിക്കിൻ്റെ ഫീച്ചർ വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സൗണ്ട് ക്വാളിറ്റി നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നൊരു മോഡൽ തന്നെയാണ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു കോളിങ്ങിൻ്റെ ഫീച്ചറും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് BT കോളിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് BT കോളിംഗ് ജസ്റ്റ് നമ്പർ ഡയൽ ചെയ്യുന്നു. ഓക്കെ, നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോണിലേക്ക് തന്നെയാണ് കോൾ ചെയ്യുന്നത്. അതൊക്കെ ഡയറക്റ്റ് നമുക്ക് വാച്ച് തന്നെ കോൾ ചെയ്യാം. അതുപോലെ തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോണിൽ നമുക്ക് കോൾ പോകുന്നത് കാണാൻ പറ്റും. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കോളിങ്ങിൻ്റെ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് കോൾ ചെയ്യാം. അതുപോലെ തന്നെ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ, സംസാരിക്കാൻ, വാച്ചിൽ തന്നെ ഡയറക്റ്റ് സംസാരിക്കാനും കോൾ ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഫീച്ചർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് DT8 അൾട്ര. അപ്പോൾ ഇതിൻ്റെ കോൾ ചെയ്ത ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്ക് വാച്ചിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആകുന്നുണ്ട്. നമുക്ക് ഈ അൺപെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. നമുക്ക് കോൺടാക്റ്റിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ വഴി കോൺടാക്ട് നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വാച്ചിൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ടോട്ടലി നമ്മൾ ഈ ഒരു മോഡലിനെ കുറിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.